വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് പഠിക്കണേ. സയൻസിൽ തന്നെ നമ്മൾ കെമിസ്ട്രി ആണ് പഠിക്കണത്. അപ്പൊ കുറച്ച് ദിവസമായി സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചിട്ട്. അപ്പോ നമ്മള് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മൂലകങ്ങളെ കുറിച്ചിട്ടൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂലകങ്ങൾ നിങ്ങൾക്ക് എടുത്തു പറയുന്നുണ്ട് ഹോട്ട് ടോപ്പിക്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ, ഹൈഡ്രജനും ഓക്സിജനും. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പഠിക്കണേ. അപ്പൊ ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രജന്റെ പ്രത്യേകത. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആര് എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഹൈഡ്രജൻ കണ്ടെത്തിയ ആളുടെ പേര് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന ആളാണ്. ആരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. എന്നാൽ ഹൈഡ്രജന് ആ പേര് നൽകിയത് ആരാണ്? ലാവോസിയെ. ആരാണ്? ലാവോസിയെ. ആന്റോയിൻ ലാവോസിയെ എന്നാണ് പൂർണ്ണ പേര്. അപ്പോ ലാവോസിയെ എന്ത് ചെയ്തു? ഹൈഡ്രജന് പേര് നൽകി. കാവൻഡിഷ് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചു അല്ലെ. ഇനി ഹൈഡ്രജനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് PSCക്ക് എപ്പോഴും ചോദിക്കാറുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് എന്താണ്? സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്ത് പേര് പറയണം? ഹൈഡ്രജന്റെ പേരാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭാവിയുടെ ഇന്ധനം എന്ന് നമ്മൾ വിളിക്കുന്നതും ഏതിനെ തന്നെയാണ്? ഹൈഡ്രജനെ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ചോദിക്കുമ്പോഴും നമ്മൾ എന്ത് പറയണം? ഹൈഡ്രജന്റെ പേര് പറയണം. PSC ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള വേറൊരു ചോദ്യമാണ് കലോറി മൂല്യം. കലോറി മൂല്യം കൂടുതലുള്ളത്, കലോറി മൂല്യം ഏറ്റവും കൂടുതലുള്ളത് ഏത് ഇന്ധനത്തിനാണ്? കലോറി മൂല്യം കൂടിയ ഇന്ധനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിന്റെ പേരാണ് പറയുന്നത്? ഹൈഡ്രജന്റെ പേരാണ് പറയുന്നത്. ഇനി ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്നത് ബോഷ് പ്രക്രിയ എന്നാണ്. എന്താണ് ബോഷ് പ്രക്രിയ? ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്നത് എന്താണ്? ബോഷ് പ്രക്രിയ എന്നാണ് കേട്ടോ. അപ്പോ ഇനി അടുത്തത് ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ നമ്മൾ പറയും ഒന്നാണ്. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ ഒന്നാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണ്? ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏതാ പറയണ്ടേ? ഹൈഡ്രജൻ ആണ് പറയണ്ടേ. സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ് എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ആറ്റോമിക നമ്പർ, ആറ്റോമിക നമ്പറും അതുപോലെ തന്നെ ആറ്റോമിക മാസും ഒന്നാണ്. അപ്പൊ ആറ്റോമിക നമ്പറും ആറ്റോമിക മാസും ഒന്നായ മൂലകവും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. അപ്പൊ ആറ്റോമിക നമ്പർ ഒന്നാണ്, ആറ്റോമിക മാസ് ഒന്നാണ്, അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലാണ്. ഇനി അടുത്തത് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയാ? റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഹൈഡ്രജൻ ആണെന്ന് പറയണം കേട്ടോ. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ലിക്വിഡ് ഹൈഡ്രജൻ ആണ്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നു ലിക്വിഡ് ഹൈഡ്രജൻ കേട്ടോ. ഇനി അടുത്തതാ ഹൈഡ്രജന്റെ അടുത്ത പ്രത്യേകത സ്വയം കത്തുന്ന മൂലകം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയണം? ഹൈഡ്രജൻ തന്നെ പറയണം. അതുപോലെ തന്നെ വനസ്പതി നിർമ്മാണത്തിന്, വനസ്പതി പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന മൂലകവും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. എല്ലാ ആസിഡുകളിലെയും പൊതുവായിട്ടുള്ള ഘടകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലെയും പൊതുവായിട്ടുള്ള ഘടകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ ലാമ്പ് ഉണ്ടല്ലോ, ആ ഹൈഡ്രജൻ ലാമ്പിന്റെ നിറം എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന് എന്ത് നിറമാണ്? നീല നിറമാണ്. എന്താണ്? നീല നിറമാണ്. ഇനി അടുത്തത് ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം, ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് എന്താ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്.
ആ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഘനജലം എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ? ഘനജലം. ഐസോട്ടോപ്പുകൾ പഠിച്ചപ്പോ ഐസോട്ടോപ്പിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനി ടീച്ചർ ഇവിടെ അത് പറയണില്ല. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ കണ്ടെത്തിയ ആളുടെ പേര് ജോസഫ് പ്രീസ്റ്റ്ലി എന്നാണ്. അപ്പൊ ജോസഫ് പ്രീസ്റ്റ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് കണ്ടെത്തിയത്? ഓക്സിജൻ കണ്ടെത്തിയത്. ഓക്സിജന് ആ പേര് നൽകിയത് ആരാണ്? ലാവോസിയയാണ്. ഓക്സിജന് ആ പേര് നൽകിയ ആൾ ആരാണ്? ലാവോസിയയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പിന്റെ പേരാണ് ഓസോൺ. ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പിന്റെ പേരെന്താണ്? ഓസോൺ എന്നാണ് കേട്ടോ. എന്താണ്? ഓസോൺ എന്നാണ്. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്നതിൽ രണ്ടാമത്തെ മൂലകം എന്ന് വിളിക്കുന്നത് ഓക്സിജനെയാണ്. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്നതിൽ രണ്ടാമത്തേത് ഏതാണ്? ഓക്സിജൻ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയെ നമ്മൾ അംശിക സ്വേദനം എന്ന് വിളിക്കുന്നു. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്നത് എന്താണ്? അംശിക സ്വേദനം എന്ന് വിളിക്കുന്നു. ഈ ക്ലിയർ ആയില്ലോ? വളരെ. അതുപോലെ റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതാണ്? ദ്രാവക ഓക്സിജൻ ആണ് ഉപയോഗിക്കുക. ദ്രാവക ഓക്സിജൻ ആണ് റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് റബ്ബറിനെ കുറിച്ചാണ്. റബ്ബർ. ഇപ്പൊ നമ്മളോട് റബ്ബറുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, റബ്ബറിന് കാഠിന്യം കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? റബ്ബറിന് കാഠിന്യം കൂട്ടാൻ നമ്മൾ എന്താണ്? സൾഫർ ആണ് ഉപയോഗിക്കുന്നത്. ആ റബ്ബറിന് കാഠിന്യം കൂട്ടാൻ സൾഫർ ഉപയോഗിക്കുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേര് എന്താണ്? വൾക്കനൈസേഷൻ എന്നാണ്. എന്താണ്? വൾക്കനൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ആരാണ്? വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡ് ഇയർ ആണ്. എന്ത് കണ്ടെത്തിയത്? വൾക്കനൈസേഷൻ കണ്ടെത്തിയത്. ക്ലിയർ ആയില്ലേ? പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബറാണ് ഐസോപ്രിൻ എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബറാണ് ഐസോപ്രിൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ കൃത്രിമ റബ്ബറാണ് നിയോപ്രിൻ എന്നറിയപ്പെടുന്നത്. കൃത്രിമ റബ്ബറാണ് ഏത്? നിയോപ്രിൻ എന്നറിയപ്പെടുന്നത്. ഈ റബ്ബർ ഒരു ലായനിയില് ലയിക്കും. ആ ലയിക്കുന്ന ലായനിയെ നമ്മൾ വിളിക്കുന്നത് ബെൻസീൻ എന്നാണ്. റബ്ബർ ലയിക്കുന്ന ലായനി ഏതാണ്? ബെൻസീൻ എന്നാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് കേബിളുകളിലൊക്കെ ഉണ്ടല്ലോ, അതിൽ ഇൻസുലേറ്റർ ആയി ഉപയോഗിക്കുന്ന റബ്ബർ ഇലക്ട്രിക് കേബിളുകളിൽ എന്തായിട്ട്? ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ നിയോപ്രിൻ ആണ്. ഏതാണ്? നിയോപ്രിൻ ആണ്. റബ്ബർ കഴിഞ്ഞ അടുത്തതാണ് ഫൈബർ എന്ന് പറയുന്നത്. ഈ ഫൈബറും നമ്മുടെ PSC പരീക്ഷകളിൽ കാണാറുള്ള ഒരു ചോദ്യമാണ്. ഫൈബറിനെ കുറിച്ച് പറയുമ്പോൾ ബലമുള്ള നമ്മള് നല്ല എന്താ പറയാ, നല്ല ബലമുള്ള നൂലുകൾ ഉണ്ടല്ലോ, ആ നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫൈബർ എന്ന് വിളിക്കുന്നത്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ഫൈബർ ട്ടോ. എന്താണ്? ഫൈബർ ട്ടോ. കൃത്രിമ ഫൈബറിന് ഉദാഹരണം ഏതൊക്കെയാണ്? നൈലോൺ. കൃത്രിമ ഫൈബറുകളാണ് നൈലോൺ, അതുപോലെ തന്നെ ടെറിലിൻ തുടങ്ങിയവ എന്താണ്? കൃത്രിമ റബ്ബറുകളാണ് എന്ന് ഓർത്തുവെക്കാം. ഇനി പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബറുകൾ ഏതൊക്കെയാണ്? പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബറുകളാണ് കോട്ടനും സിൽക്കും. പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബറുകളാണ് ഏതൊക്കെ? കോട്ടൺ, സിൽക്ക് തുടങ്ങിയവ പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബറുകളാണ്. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നൂല് ഏതാണ്? ആദ്യമായി നിർമ്മിച്ച
കൃത്രിമ നൂൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈലോൺ ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നൂൽ ഏതാണ്? നൈലോൺ ആണ്. ഇനി കൃത്രിമ പട്ട് ഇല്ലേ, കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന എന്താണ്? കൃത്രിമ പട്ട്. ആ കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂൽ തരമാണ് ഏത്? റയോൺ എന്ന് പറയുന്നത്. റയോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂൽത്തരമാണ് ഏത്? റയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഫൈബറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ ആൽക്കഹോളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കാറുള്ളത്? അതായത് കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളിന്റെ പേര് എത്തനോൾ എന്നാണ്. ഈ എത്തനോൾ എന്ന് പറയുന്ന ആൽക്കഹോളാണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനെ എന്തു വിളിക്കുന്നു? ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന എത്തനോൾ ആണ് നമ്മൾ കുടിക്കാനായി ഉപയോഗിക്കുന്നത്. എന്നാൽ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മെത്തനോൾ ആണ് എന്തറിയപ്പെടുന്നത്? വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഇത്? നമ്മള് പെയിന്റ് ഒക്കെ നിർമ്മിക്കുന്നതില് ലായകമായും അതുപോലെ തന്നെ വാർണിഷ്, പെയിന്റ് മാത്രമല്ല എന്താണ്? വാർണിഷ്, അതുപോലെ തന്നെ ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ മെത്തനോൾ എന്ന് പറയുന്ന സ്പിരിറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത്? ഈ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് ആബ്സല്യൂട്ട് ആൽക്കഹോൾ 99.5% എത്തനോളിനെയാണ് എന്ത് വിളിക്കുന്നത്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. ഈ സ്പിരിറ്റിലൊക്കെ, നമ്മുടെ സ്പിരിറ്റിലൊക്കെ ഉണ്ടല്ലോ, സ്പിരിറ്റിലൊക്കെ 95% എന്തുണ്ടാവും? ആൽക്കഹോൾ ഉണ്ടാവും കേട്ടോ. ആൽക്കഹോളിന്റെ ശുദ്ധത അളക്കുന്നത് ഒരു യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ യൂണിറ്റിന്റെ പേര് പ്രൂഫ് എന്നാണ്. ആൽക്കഹോളിന്റെ ശുദ്ധത അളക്കുന്ന യൂണിറ്റിന്റെ പേര് പ്രൂഫ് എന്നാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതായത് ഇപ്പോ ആൽക്കലോയിഡ്, അതുപോലെ തന്നെ സംയുക്തങ്ങൾ, ചില സംയുക്തങ്ങൾ ഗ്ലാസിന് നിറം നൽകും, അതുപോലെ തന്നെ എസ്റ്ററുകള്, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൂടാതെ ഉപയോഗിക്കാൻ നമ്മൾ ചേർക്കുന്ന പദാർത്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ.